ഹായ് വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലേവേഴ്സ് ചാനൽ. ഐഷാസ് ഫ്ലേവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഐഷ ഷംസ്. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ഇറച്ചിച്ചോറാണ്. കൊച്ചിൻ മട്ടാഞ്ചേരിയിലെ ഇറച്ചിച്ചോറ് കേട്ടോ. അനീഫിക്കാൻ്റെ കടയിൽ ഉണ്ടാക്കുന്ന അതേ ചോറാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. മട്ടൻ കൊണ്ടുണ്ടാക്കാം, ബീഫ് കൊണ്ടുണ്ടാക്കാം, ചെമ്മീൻ കൊണ്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബീഫ് കൊണ്ടാണ്. സവോള വേണം, തൈര് വേണം, തക്കാളി വേണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചത്, ബീഫുണ്ട്, പിന്നെ പുതിന, കരിവേപ്പില, മല്ലിയില, പിന്നെ ഞാൻ എടുത്തത് ലോങ് റൈസാണ്, ചെറുനാരങ്ങയുടെ നീര്, ബീഫ്, പിന്നെ മസാലകൾ. ഇത് ഏതരി കൊണ്ടും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. മട്ടരി കൊണ്ടുണ്ടാക്കാം, അതുപോലെ കുറുവയിട്ട് ഉണ്ടാക്കാം, ലോങ് ബസ്മതി റൈസ് ആയിട്ട് ഉണ്ടാക്കാം, ജീരകശാല കൊണ്ടുണ്ടാക്കാം, ഏത് കൊണ്ടുണ്ടാക്കാം. പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇന്ന് ലോങ് റൈസ് ആയിട്ടാണ് കേട്ടോ. ബസ്മതിയിലെ ലോങ് റൈസ് ദാവത്തിൻ്റെ കേട്ടോ. അപ്പോൾ ഞാനത് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. എന്താ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഇത് നെയ്യിലും ഉണ്ടാക്കുന്ന ടേസ്റ്റാണ്, വെളിച്ചെണ്ണയിൽ ഒഴിച്ചുണ്ടാക്കണം ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഞാനൊരു കിലോന് ബീഫിലേക്ക് 3 സവോള എടുത്ത് 3 സവോള നന്നായിട്ട് വഴറ്റണേ. അധികം കണ്ട് ബ്രൗണിഷ് ആവേണ്ട ഒരിതായിട്ട്. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതയ്ക്കണം കേട്ടോ. ചതച്ചതാണ് ഇടേണ്ടത്. ചതച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. എന്നാൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അതിനകത്തേക്ക് തക്കാളി ഇട്ട്, തക്കാളി ഞാൻ 1 കിലോ ബീഫിലേക്ക് 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മസാല കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, പിന്നെ വലിയ ജീരകം, ഗരം മസാല, പിന്നെ മീറ്റ് മസാല കേട്ടോ. മീറ്റ് മസാലയും കൂടിയും വേണേ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി ഒക്കെ നിങ്ങളുടെ ആ ചിക്കനനുസരിച്ച് നിങ്ങളെടുത്തോളൂ, കൂടുതലാവരുത് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടിയും മാത്രം 1 ടേബിൾ സ്പൂണും, കുരുമുളക് പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ എടുത്ത്. എന്നിട്ട് ബീഫ് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്നുകൂടി പറയാം. കുരുമുളക് പൊടി 1 സ്പൂണ്, വലിയ ജീരകം 1 സ്പൂണ്, പിന്നെ അതേപോലെ തന്നെ മീറ്റ് മസാല 1 സ്പൂണ്, പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് ഇതിനകത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ചോറിന് വേവിക്കാനുള്ള കുറച്ചും കൂടി വെള്ളത്തിന് ജാസ്തി ഒഴിക്കുക കേട്ടോ. ഈ വെള്ളത്തിലാണ് നമ്മൾ ചോറ് വെക്കുക. എന്നിട്ട് തൈര് ഒഴിക്കണം നമ്മൾ കേട്ടോ. തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചോറ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇത് മല്ലിപ്പൊടിയും കരിവേപ്പിലയും പുതിനയൊക്കെ പാടുള്ളതാണ് കേട്ടോ. മല്ലിയിലയും കരിവേപ്പില പുതിന ഒക്കെ പാട് മിക്സ് ചെയ്തതാണ്. ഇതൊക്കെ പാട് ഇതിനകത്തേക്ക് നന്നാക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ചോറ് ഇനിയിപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്നൊന്ന് സ്കൂളിലേക്ക് പോകണം, നിങ്ങൾക്ക് ഇതേപോലെ കുക്കറിനകത്ത് ഉണ്ടാക്കാം നിങ്ങൾക്ക് കേട്ടോ. കുക്കറിനകത്ത് ഇതേപോലെ നിങ്ങൾ ചിക്കൻ ഇട്ടങ്ങാണ്ട് സ്കൂളിലേക്ക്, പിന്നെ ബീഫൊന്നും കൊടുത്തു വിടാൻ പറ്റില്ല. ഇതുപോലെ തന്നെ ചിക്കൻ കഷ്ണം ചിക്കൻ ഇട്ടങ്ങാണ്ട് അതിനകത്ത് വെള്ളം ഇതേപോലെ ഉണ്ടാക്കി വെള്ളമൊഴിച്ച് അരിയിട്ട് അതിൻ്റെ മുകളിൽ അരിയിട്ട് കഴിഞ്ഞാൽ റെഡിയാകും കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച്. അതുപോലെ തന്നെ ഈ ചില കുക്കറിൽ വെക്കുമ്പോൾ മസാലയൊക്കെ പുറത്ത് പോകും. അപ്പോൾ നമ്മുടെ ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 1 സ്പൂൺ എടുത്തിടണം. ഞാൻ എപ്പോഴും കുക്കറിനകത്തേക്ക് 1 സ്പൂൺ എടുത്തിടും. എന്നാൽ തിളച്ച് പുറത്തോട്ട് തൂകിയാൽ വൃത്തികേടാകില്ല, കിച്ചണും വൃത്തികേടാകില്ല, പാത്രവും വൃത്തികേടാകില്ല, പിന്നെ ടേസ്റ്റ് നഷ്ടപ്പെടില്ല. എന്നിട്ട് അത് വേവിക്കാൻ വെച്ച് അതിന് ശേഷം വേവിച്ച ഇറച്ചി ഞാൻ ഊറ്റിയെടുക്കണേ. അത് ഊറ്റിയെടുത്തിട്ട് ഇറച്ചി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇത് എന്തൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ ഒരു ഷോപ്പ് മണ്ണാർക്കാട് ഇൻഷാ അല്ലാഹ് ഇടാൻ പോകുന്നുണ്ട്. ഇപ്പോഴല്ല, 6 മാസം എനിക്ക് വീട് പണിയുണ്ട്. ആ വീട് പണി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഇടാടുന്നുള്ള ഫുഡിൻ്റെ നല്ലൊരു ഷോപ്പ്, കോഴിക്കോടൻ ഫുഡുകളുടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യും, പ്രാർത്ഥിക്കുക, ഒക്കെ ശരിയാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ മനസ്സിലൊരു പ്ലാനുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഇറച്ചി കോരി മാറ്റി വയ്ക്കണം കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ കോരി മാറ്റി വയ്ക്കുക. എന്നിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ചെമ്പടുപ്പിലേക്ക് വെച്ചു കേട്ടോ. സ്കൂളിലേക്ക് കുട്ടികൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുക്കറിൽ ഉണ്ടാക്കിയത് കുക്കറിൽ ഉണ്ടാക്കാം, പക്ഷേ ഞാനിന്ന് ചെമ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു.
എന്നിട്ട് ഇതേപോലെ തന്നെ ഇതിനകത്തേക്ക് ആ വെള്ളം നമുക്ക് അരിക്ക് പകൽ ഞാൻ ഈ അരി ഈ വെള്ളം ഒഴിക്കുന്ന പാത്രത്തിന് ഒരു കപ്പ് അരിയാണുള്ളത് കേട്ടോ, ആ വെള്ളത്തിൻ്റെ പാത്രത്തിന്. എന്നിട്ട് അതിപ്പം ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തു. എന്നിട്ട് ചെറുനാരങ്ങ നീരൊഴിക്കണം, കുരു മാത്രം അതിൽ പെടരുത് കേട്ടോ. എന്നിട്ട് പെടാതെ ഉപ്പുണ്ടോ നിങ്ങൾ നോക്കണം. എനിക്ക് ഉപ്പുണ്ട്, ഞാൻ ഇട്ട ഉപ്പ് തന്നെ പാകം ചെയ്ത് കുറച്ചൊരു ഉപ്പിട്ടാൽ മതിയായിരുന്നു. പിന്നെ എന്നിട്ട് ഞാൻ 15 മിനിറ്റ് അരി കുതിർത്തി വെച്ചിരുന്നു. അരി ഊറ്റി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആദ്യം തിളയ്ക്കുന്ന വലിയ ഫ്ലെയിമിൽ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടാവുമല്ലോ, അത് ഇതിനകത്തേക്ക് ഇടാം. എന്നിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ ഇളക്കി ഒന്ന് വേവിച്ച് ആദ്യം ഒരു വലിയ ഫ്ലെയിമിൽ കൊടുക്കുക. നല്ലോണം തിളച്ച് വരണം കേട്ടോ. കണ്ടോ ഇപ്പം എന്തൊരു നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണമാണ് വെച്ചാൽ ഇപ്പം തന്നെ നമ്മൾക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായത് കേട്ടോ. നമുക്കിപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും, പക്ഷെ ഇത് ഉണ്ടാക്കുമില്ല, ചൂടോടുകൂടി കഴിക്കണം കേട്ടോ. ഇതിന് അച്ചാറും പപ്പടവും തൈരൊന്നും ആവശ്യമൊന്നുമില്ല. ചിലവർക്കത് ആവശ്യമുണ്ടോ, അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇത് വല്ലാത്തൊരു മാജിക് ഫുഡാണ് ഈ എന്താണ് ഇറച്ചിച്ചോറ് എന്ന് പറയുക. ഇത് ഞാൻ മട്ടാഞ്ചേരി സ്റ്റൈലിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ നിങ്ങളൊന്ന് ഈ സ്റ്റൈലിലൊന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കും, മക്കൾക്കും ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കി വെച്ചാൽ രാവിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് സുഖമാണ്. തലേന്ന് രാത്രി അരിഞ്ഞ് വെച്ചെങ്കിൽ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ അത് ഉണ്ടായിക്കോട്ടെ. രാവിലെ പിള്ളേരത് കഴിക്കുകയും ചെയ്തോളും, പിന്നെ കൊണ്ടുപോകാനും. അപ്പോൾ നമ്മുടെ പണി കഴിയും പെട്ടെന്ന്. അപ്പോൾ കുട്ടികൾക്ക് ഹെൽത്തി ഫുഡാകുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെ നല്ലൊരു ഇറച്ചിച്ചോറ് വയ്ക്കുക, പിള്ളേർക്ക് കൊടുത്തയക്കാം. കണ്ട ഇറച്ചി കുറച്ച് വലിയ കഷ്ണമാക്കി മുറിച്ചിടണം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.